ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് വന്നത് അല്ലേ. ഇഫ് ദി ഫസ്റ്റ് ടേം ഓഫ് എ പി ഈസ് 3, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, നോ ഡൗട്ട്. ഫസ്റ്റ് ടേം ഓഫ് എ പി ഈസ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതങ്ങ് എഴുതി വെക്കാം. എ എന്ന് പറയുന്നത് 3 ആണ്. യെസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 4 ടേംസ്. ആദ്യത്തെ 4 ടേംസുകളുടെ സം എന്ന് പറഞ്ഞാൽ നോക്കടാ, എ പ്ലസ് ആദ്യത്തെ ടേം എ, രണ്ടാമത്തെ ടേം എ പ്ലസ് ഡി, മൂന്നാമത്തെ ടേം എ പ്ലസ് 2d, നാലാമത്തെ ടേം എ പ്ലസ് 3d. ഇതാ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്, 1/5 എന്ന് പറഞ്ഞാൽ 1/5 ഓഫ് ദി സം ഓഫ് ദി നെക്സ്റ്റ് 4 ടേംസ്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ 4 ടേം എഴുതി. ഇനി അഞ്ചാമത്തെ ടേം മുതൽ അങ്ങോട്ട് 4 ടേംസ് എഴുതണം, നെക്സ്റ്റ് 4 ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം എ പ്ലസ് ഡി ആണ്, തേർഡ് ടേം എ പ്ലസ് 2d ആണ്, ഫോർത്ത് ടേം എ പ്ലസ് 3d ആണ്. ഇനി ഫിഫ്ത്ത് ടേം ആണ് നമ്മൾ എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ എ പ്ലസ് 4d വരും അല്ലേ, ഫിഫ്ത്ത് ടേം ഇതാണ്. പ്ലസ് എ പ്ലസ് 5d വരും, പ്ലസ് എ പ്ലസ് എന്ത് വരും, 6d വരും അല്ലേ, പ്ലസ് എ പ്ലസ് 7d വരും. ഇതാണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഇസ് ഈക്വൽ ടു 1/5 ഓഫ് ദി നെക്സ്റ്റ് 4 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദി നെക്സ്റ്റ് 4 ടേംസ്. അപ്പം അങ്ങനെ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എ അറിയാം, ഇനി ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാനുള്ള സോ ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എ 4 ഉണ്ടാവും, ഇവിടെ എ 4 ഉണ്ടാവും, ഡി വ്യത്യാസം ഉണ്ടാവും, ശ്രദ്ധിക്കണം. ഇവിടെ 3d ഉണ്ട്, 2d, 5d, 6d. അപ്പം നമുക്കറിയാം 4a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 3 ആണ്, 1/5 ആണ്. ആ 5നെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 5 ഈക്വൽ ടു ഇവിടെ നമുക്കറിയാം 4a ഉണ്ട്, പ്ലസ് ഡി എല്ലാം കൂടെ ആഡ് ചെയ്യുക. 7d പ്ലസ് 6d എന്ന് പറഞ്ഞാൽ 13d, 18d, 22d ആണ് അല്ലേ, 22d ആണ്. അപ്പം നമുക്ക് 2 കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ കട്ട് ചെയ്താൽ 2, ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 11. ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10a പ്ലസ് 5 into 3 15, 15d is equal to 2a plus 11d എന്നുണ്ടാവും. സോ 15d നിന്ന് 11d കുറയ്ക്കുക അല്ലേ, 10a മൈനസ് 2a, 10a മൈനസ് 2a, 10a മൈനസ് 2 എത്രയാണടാ, 8a. 8a is equal to 11d മൈനസ് 15d എന്ന് പറഞ്ഞാൽ മൈനസ് 4d. ദിസ് ഇംപ്ലൈസ് d is equal to മൈനസ് 2a എന്നാണ് കിട്ടുക. a നമുക്കറിയാം 3 ആണ്. സോ d എത്ര കിട്ടി, മൈനസ് 6 എന്ന് കിട്ടി. d എത്ര കിട്ടി, മൈനസ് 6 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡി ഈസ് മൈനസ് 6. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20 ടേംസുകളുടെ സം ആണ്. എന്ന് വെച്ചാൽ S20 ആണ്. S20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20/2 ഇൻറ്റു 2a, 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 19 ആണ്, ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ മൈനസ് 6 ആണ്. അപ്പോൾ ഇത് 10 എന്ന് കിട്ടും. ദെൻ 2 ഇൻറ്റു 3 6 പ്ലസ് 19 ഇൻറ്റു മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയുടെ വരിക, 90 ഇൻറ്റു മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു 6 നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ 6 ഇൻറ്റു എന്ന് എഴുതാം. ഓക്കെ, 6 ഇൻറ്റു 6നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മൈനസ് 18 ആണ് അല്ലേ. സോ ദിസ് ഈസ് 10 ഇൻറ്റു എത്രയാടാ, 6 ഇൻറ്റു മൈനസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു മൈനസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 18 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 108 വരും അല്ലേ. സോ മൈനസ് 108, ഇറ്റ് വിൽ ബിക്കംസ് മൈനസ് 1080 എന്നാണ് ആൻസർ വരിക. എത്ര വരിക, മൈനസ് 1080 വിൽ ബി ദി ആൻസർ. നോക്കി, ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. മൈനസ് 1080 ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഓക്കെ.